യസ്മയസ് അവതരിപ്പിക്കുന്ന വിശുദ്ധ റമളാൻ, വിശുദ്ധ ഖുർആൻ, റമളാൻ ക്യാമ്പയിൻ. والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله، أدركنا يا حبيب الله، أدركنا يا شفيع المذنبين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وخاب كل جبار عنيد من ورائه جهنم ويسقى من ماء صديد يتجرعه ولا يكاد يسيغه ويأتيه الموت من كل مكان ويأتيه الموت من كل مكان وما هو بميت ومن ورائه عذاب غليظ. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സഹൃദയരായ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ
ത്രിദിന ഖുർആൻ പ്രഭാഷണത്തിൻ്റെ സമാപന ചടങ്ങാണിന്ന്. ആയതുകൊണ്ട് തന്നെ ഒരൽപ്പം നേരത്തെ അവസാനിപ്പിക്കുകയും ബാങ്ക് കൊടുക്കുന്നതിനു മുമ്പ് ദുആ ചെയ്യാനുള്ള അവസരവും കൂടെ കാണേണ്ടതുണ്ട്. റഹ്മത്തിനെ പറ്റിയും മഗ്ഫിറത്തിനെ പറ്റിയും ഇത്ഖും മിനന്നാറിനെ പറ്റിയും സംസാരിച്ച് പിരിയുന്ന നമ്മൾ മനസ്സുരുകി റബ്ബിനോട് അവന്റെ വിശാലമായ കരുണ ചോദിച്ചു വാങ്ങുകയും പാപമോചനത്തിന്റെ വഴികൾ അന്വേഷിക്കുകയും തദ്വാര സ്വർഗപ്രവേശം ലഭിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടവരാണ്. പ്രാർത്ഥനയിൽ മാത്രം ഒതുക്കിക്കൂടാ, പ്രവർത്തനങ്ങളിലും കൂടെ അതുണ്ടാവണം. എന്നാൽ ഈ 3 ദിവസത്തെ ചർച്ചയും കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പിരിയുക എന്ന് പറയുന്നത് സന്തവ്യമല്ലെന്ന് നിങ്ങൾക്കും അറിയാം. ആയതുകൊണ്ടൊരു 15 മിനിറ്റ് മുമ്പ് അവസാനിപ്പിച്ച് അവസാനമായി നമുക്കെല്ലാവർക്കും ഒന്ന് ഉള്ളു നിറയെ പ്രാർത്ഥിച്ചു തിരിച്ചു പോകണം. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. നല്ല സംരംഭങ്ങളിലെല്ലാം അല്ലാഹു അതർഹിക്കുന്ന പ്രതിഫലം തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ വളരെ ആകർഷകമാണ്. ഏതൊരു മനുഷ്യന്റെയും വിശിഷ്യ വിശ്വാസിയുടെ ഉള്ളുണർത്തുന്ന പാഠങ്ങളാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത്. പക്ഷേ പലപ്പോഴും അതിനറിയാതെ പോയത് നേരത്തെ ഇവിടെ നമ്മുടെ അതിഥി പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ആത്മാവ് നമുക്ക് ലഭിക്കാതെ പോയത് അറബി ഭാഷ ഒരൽപ്പം പോലും വശമില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇതിനൊരു പരിഹാരം സുന്നി പ്രസ്ഥാനം ചിന്തിക്കണമെന്നാണ് അദ്ദേഹം പ്രസംഗത്തിന്റെ ആകത്തുകയായി നമ്മുടെ മുമ്പിൽ വെച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ പരിഹാരങ്ങളുണ്ട് ഇതിന്. നേരത്തെ അറേബ്യയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ മുസ്ഹഫ് എടുത്ത് പാരായണം ചെയ്യാൻ പോലും സാധിക്കാത്തവരായിരുന്നു മലബാരികളായ നമ്മൾ. അവർക്ക് റസ്മുൽ ഉസ്മാനി ലിപിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ആ ഒരു ശേഷി, അതിനുള്ള ഒരു കഴിവ് നേടിക്കൊടുത്തത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം, ഇവിടുത്തെ സുന്നി വിദ്യാഭ്യാസ ബോർഡാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിൽ 10 വരെ ബുദ്ധിയുള്ള ഒരു കുട്ടി പഠിച്ചാൽ ആ കുട്ടിക്ക് അല്പമൊക്കെ അറബി ഭാഷയുടെ കാതലും മനസ്സിലാക്കാൻ, എന്താണ് ആ പറഞ്ഞതിന്റെ കാതലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നതും നമുക്കറിയാവുന്നതാണ്. കാരണം കാലത്തിനനുസരിച്ചുള്ള പുതുമയോടെ, കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തോടെ നാം സമൂഹത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ച വ്യക്തമായ ഒരു സിലബസ്, അത് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിൽ നിന്നും ജനങ്ങളിലേക്ക് സമർപ്പിച്ച സിലബസ്. ഈ സിലബസ് പ്രകാരം കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകും എന്ന കാര്യം ഒറ്റവാക്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വിഷയസംബന്ധമായ ചർച്ചയിലേക്ക് തന്നെ കടന്നു വരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നിരന്തരമായ പാരായണത്തിലൂടെ വിശുദ്ധ ഖുർആനിനെ നാം മാറോടണച്ചു പിടിക്കണം. അതുമായുള്ള ബന്ധം വിട്ടുപോകാൻ പാടില്ല.
അങ്ങനെയായിരുന്നു മഹാന്മാരൊക്കെ ചെയ്തിരുന്നത്. ഇൻഷാ അല്ലാഹ് അവസരമുണ്ടെങ്കിൽ, സമയം അനുവദിച്ചെങ്കിൽ ഇതിന്റെ അവസാന ഭാഗത്ത് ഞാനത് പറയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങോട്ട് എത്തുമോ എന്ന് പറയാൻ പറ്റില്ല. ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇത്ഖും മിനന്നാർ വആഖിറുഹു ഇത്ഖും മിനന്നാർ. 3 ദിവസങ്ങളിൽ നാം സംസാരിച്ചത് അതാണ്. അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. റമദാനിന്റെ അവസാനത്തെ ഭാഗം അഥവാ അവസാനത്തെ 10 അത് നരകമോചനത്തിന്റെ 10ആണ്. നരകമോചനത്തിന്റെ 10 എന്ന് പറയുമ്പോ അത് ഹൃദയത്തിൽ തട്ടണം. ഒരു വിശ്വാസിക്ക് അത് ഹൃദയത്തിൽ തട്ടണം, തട്ടിയേ പറ്റൂ. അതിനത് ഹൃദയത്തിൽ തട്ടണമെങ്കിൽ എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ മുമ്പിൽ ഒരു പോംവഴിയുള്ളത്? നരകം എന്ന് പറയുന്നത് ഹൃദയത്തിൽ തട്ടാൻ ഒരു മാർഗം എന്താണ്? ഞാൻ പറയുന്നു, ഖുർആൻ പഠിക്കുക തന്നെ, അല്ലെങ്കിൽ ഖുർആനിക ഉത്ബോധനങ്ങൾ, ആ ഉത്ബോധനങ്ങൾ കേൾക്കുക. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് എന്താണ് നരകമെന്ന് വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാരുടെ വാക്കുകൾ വായിക്കുക. അതിലൂടെ നമ്മൾ നേരെയാവും. ഉറപ്പാണ് ആ കാര്യം. ഈമാനുള്ള ഒരാൾക്ക് സുബ്ഹാനല്ലാഹ് ഈ നരകം എന്ന് കേൾക്കുമ്പോ ഞെട്ടാതിരിക്കാൻ അവന് സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രശ്നവുമല്ല. ഇന്ന് നേരം വെളുക്കുവോളും നരകം പറയാം, ഇന്ന് ഇരുട്ടോളും പറയാം, ഇരുട്ടിയിട്ട് വെളുക്കോളും പറയാം. എനിക്കൊരു കുലുക്കവും ഉണ്ടാവില്ല. നിങ്ങൾക്കത് കേട്ടിരിക്കാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വിശുദ്ധ ഖുർആനെങ്ങാനും വിഷയമോഡറിലാണ് അവതരിപ്പിച്ചതെങ്കിൽ സൂറത്തുൻ നാർ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം, നരകം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സൂറത്തു ജഹന്നം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം, അതിൽ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പറഞ്ഞിരിക്കുന്ന നരക ചർച്ചകൾ എല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് കൂട്ടിവെക്കുകയാണെങ്കിൽ, ആ ഒരു സൂറയിൽ ഒതുക്കിയിട്ട് സൂറത്തുന്നാർ എന്ന് പറഞ്ഞിട്ടൊരു സൂറ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കൊണ്ട് ആ സൂറ ഓതാൻ കഴിയില്ല. എന്താ കാരണം? ഞാൻ അത് ഓതുമ്പോഴേക്ക് മരിച്ചു വീഴുമെന്ന് സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പിന്നെ എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നത്? മഹാനവറുകൾ രണ്ടും പറഞ്ഞു. നരകം അങ്ങനെ അവതരിപ്പിച്ചു. വേറെ ഒന്ന് സൂറത്തുൽ ജന്ന, സൂറത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞിട്ട് വേറെ സ്വർഗ പരാമർശമുള്ള ഒരു അധ്യായം. അതിൽ സ്വർഗത്തിന്റെ മുഴുവൻ സുഖസൗകര്യങ്ങളും വിശദീകരിച്ചു. അതും എന്നെ കൊണ്ട് ഓതാൻ കഴിയില്ല, സന്തോഷം കൊണ്ട് ഞാൻ മനം പൊട്ടി മരിച്ചു പോകുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം, സന്തോഷം കൊണ്ട് മനുഷ്യൻ മരിക്കും, സന്തോഷം കൊണ്ട് മനുഷ്യൻ കരയും, സന്തോഷം കൊണ്ട് തന്നെയാണ് മനുഷ്യൻ ചിരിക്കുന്നതും. അതൊക്കെ ഉണ്ടാകും. അതൊന്നും തെളിവ് സഹിതം പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെയൊക്കെ പച്ചയായ അനുഭവങ്ങളാണ്, പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ നാക്കിൽ നിന്ന് നരക സ്വർഗ പരാമർശങ്ങൾ കേട്ടുപഠിച്ച സ്വഹാബാ കിറാം അവര് വല്ലാത്ത ബേജാറിലായിരുന്നു, അങ്ങേയറ്റത്തെ ഭയം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലൗ നൂദിയ, ഞാൻ എങ്ങാനും ഒരു വിളിയാളം കേട്ടാൽ, ഒരു അനൗൺസ്മെന്റ് ഞാൻ കേട്ടു. എന്താണ് ആ വിളിച്ചു പറഞ്ഞത്? ഒരശരീരി കേട്ടു, ഒരു വിളിയാളം കേട്ടു. എന്താണ്? മുഴുവൻ ജനങ്ങളും, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും, ഇന്നൽ ഖലായിഖ, എല്ലാ സൃഷ്ടികളും, ലയദ്ഖുലൂനൽ ജന്ന, എല്ലാവരും സ്വർഗത്തിൽ കടക്കും. ഇല്ലാ റജുലൻ വാഹിദ, ഒരു ഭാഗ്യദോഷി ഒഴികെ, ഒരു ഭാഗ്യദോഷി ഒഴികെ ബാക്കിയുള്ളവരും മുഴുവനും സ്വർഗത്തിൽ കടക്കും എന്നുള്ള
ഒരു വിളിയാണ് ഞാൻ കേട്ടുകഴിഞ്ഞാൽ ലഖിഫ്തു അന്നകൂന അനദാലിക റജുൽ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഭാഗ്യദോഷി ഞാനാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നാൽ അതേ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, എന്നാൽ ഞാൻ കേട്ടത് എല്ലാ മനുഷ്യരും നരകത്തിലാണ് കടക്കാൻ പോകുന്നത്, ഇല്ലാ റജുലൻ വാഹിദ, ഒരു മഹാഭാഗ്യവാൻ ഒഴിച്ച് അയാൾ സ്വർഗാവകാശിയാണ് എന്ന് ഞാൻ കേട്ടുകഴിഞ്ഞാൽ റജൗതു അൻ അകൂന അനദാലിക റജുൽ, അമ്മനുഷ്യനും ഞാനായിരിക്കുമെന്ന മോഹം ഞാനൊരിക്കലും കൈവിടില്ല, ആ പ്രതീക്ഷ എനിക്കുണ്ടായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്ക് നിങ്ങൾ, അത് രണ്ടും, ഇത് രണ്ടിലും നമുക്ക് പുതുമ തോന്നും അല്ലേ? എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ, ഒരാൾ മാത്രം നരകത്തിൽ. എന്തിനാ ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെടുന്നത് ഞാനാകുമെന്ന്? അബൂജഹൽ അപ്പുറത്തുണ്ടാവുമ്പോ അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു എന്തിന് ഭയപ്പെടണം അബൂജഹൽ ഇവിടെ ഉണ്ടാവുമ്പോ? ഉമർ റളിയല്ലാഹു അൻഹു എന്തിന് ഭയപ്പെടണം ഫറോവ ഇവിടെ ഉണ്ടാവുമ്പോ? പിന്നെ എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പറഞ്ഞിരിക്കുന്നത്? അത്രയും അധികം ഭയം വേണം ഒരു മുസ്ലിമിന് നരകത്തിൽ കടക്കുമെന്നുള്ള പേടി, അതുപോലെ സ്വർഗത്തിൽ കടക്കുമെന്ന പ്രതീക്ഷയും വേണം. റസൂലുള്ളാഹി പഠിപ്പിച്ചത് ബൈനൽ ഖൗഫി വറജാൽ, ആശങ്കയുടെയും പ്രതീക്ഷയുടെയും നടുക്കാണ് വിശ്വാസി നിൽക്കേണ്ടത്. നരകത്തെ തൊട്ട് കാക്കണേ പടച്ചോനെ, അപ്പൊ തന്നെ പറയണം സ്വർഗത്തിൽ കടത്തിത്തരണേ പടച്ചോനെ. നരകത്തെ പേടിക്കും പോലെ സ്വർഗത്തെ മോഹിക്കും വേണം. അതുകൊണ്ടാണ് അവസാനത്തെ 10 ഇങ്ങ് കടന്നാൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഈ പ്രാർത്ഥനാ മന്ത്രം സജീവമാവുകയാണ്. അവസാനത്തെ 10 ഈ പ്രാർത്ഥനാ മന്ത്രം സജീവമാവുകയാണ്. പടച്ചവനെ, എന്നെ നരകത്തെ തൊട്ട് മോചിപ്പിക്കണേ, എന്നെ സ്വർഗത്തിൽ കടത്തി തരണേ പടച്ചോനെ. അപ്പൊ നല്ല ഭയം വേണം നരകത്തിൽ കടക്കുമോ എന്നുള്ള കാര്യത്തിൽ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, എല്ലാ മനുഷ്യന്മാരും നരകത്തിലാണ്, ഞാൻ ഒരു മനുഷ്യൻ മാത്രം സ്വർഗത്തിൽ, അത് ഞാനായിരിക്കും എന്നുള്ള പ്രതീക്ഷയും വെച്ചല്ലോ. അതും നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ച് കടുപ്പുള്ള പ്രതീക്ഷയല്ലേ? കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ മുഹമ്മദുർ റസൂലുള്ളാഹി അപ്പുറത്തില്ലേ? ആലോചിക്കേണ്ട കാര്യമാണത്. അപ്പൊ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന്റെ മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടു മുമ്പിൽ അപ്പുറത്തുണ്ട്. അപ്പൊ ഈ പറഞ്ഞു വന്നത് ഒരു വിശ്വാസിയുടെ നില ഇതായിരിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. ഈ വിഷയത്തോടുള്ള സ്വർഗ നരക ഓർമ്മയോടുള്ള സമീപനം ഇങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിക്കാനാണ് ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ അത് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നരകത്തെക്കുറിച്ച് നല്ല ഭയമുണ്ടാകണം. അതുതന്നെയാണ് മനുഷ്യനെ നന്നാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്നും. ഖുർആനിൽ ഈ നരക പരാമർശം നടത്തിയിരിക്കുന്നത് പലപ്പോഴും കൽബ് പറിച്ചെടുത്തു കൊണ്ടുപോകുന്ന രൂപത്തിലാണ്. ഇടനെഞ്ച് കുലുങ്ങാതിരിക്കില്ല ഈമാനുള്ളവന്, ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവന്. എന്റെ സദസ്സിലുള്ളവരോട് ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു സത്യം ഉണ്ടാകും. അതെന്താ? ഈ ഖുർആനില് ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള എല്ലാ വിഷയങ്ങളും സത്യമാണ്. അത് വിശ്വസിച്ചോലെ ഈ സദസ്സിലുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. മറ്റാരോ ഉണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം എല്ലാവരും സത്യം കേൾക്കേണ്ടവരാണ്, അവർ ഈ സദസ്സിലെത്തേണ്ടവരാണ്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് ഇത്തരം ആളുകളെ ഈ സദസ്സിലിരിക്കുന്നുണ്ടാവുള്ളൂ. അവരോടായി ഏതാനും ചില കാര്യങ്ങളാണ് ഈ റമദാൻ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നത്. അവസാനത്തെ 10 ഇത്ഖിന്റെ 10 നരകമോചനം ചോദിച്ചു വാങ്ങിയേ ഈ റമദാനിനെ നമ്മൾ യാത്രയാക്കാൻ പറ്റുള്ളൂ. ആ ഒരവസ്ഥയിലേക്ക് എത്തണം. അതിനെന്ത് ചെയ്യണോ? ആദ്യം നമുക്കിതിന്റെ ഗൗരവം മനസ്സിലാകണമെങ്കിൽ ഏറ്റവും ആദ്യമായി വേണ്ടത് എന്താണ് നരകം എന്ന ചെറിയൊരു ചിത്രം. ഇത് ഞാൻ സാധാരണ പല സീഡികളിലും പല പ്രഭാഷണങ്ങളിലും ധാരാളം പറഞ്ഞിട്ടുണ്ട്.
പല സൂറകളും വിശദീകരിക്കുന്ന സമയത്ത് നരകത്തെക്കുറിച്ചൊരു ദിവസം പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് പല ആയത്തുകൾ, പല സൂറകൾ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുർസലാത്ത്, സൂറത്തു ദുഹാന്, ഇങ്ങനെ തുടങ്ങിയിട്ട് പല ഭാഗങ്ങളിലെയും ആയത്തുകൾ ടച്ച് ചെയ്ത് പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ ഏതു ഭാഗത്തുള്ള ഏതായത്തെടുത്ത് സംസാരിച്ചാലും നരക പരാമർശം മനുഷ്യനെ നന്നാക്കാൻ മാത്രം വകയുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ സദസ്സിൽ പറയുന്ന ഏതാനും കാര്യങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുക. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി, മിനിയാന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി, ഇത് ഞാനും നിങ്ങളും അനുഭവിക്കാൻ പോകുന്ന പൊള്ളുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊള്ളണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നിങ്ങൾ എന്താണ് നരകം? ആ നരകത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു ചിത്രമാണ് എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സൂറത്ത് ഇബ്രാഹീമിൽ നിന്ന് ഞാൻ ഓതിവെച്ചത്. സൂറത്ത് ഇബ്രാഹീമിന്റെ 15, 16, 17 ആയത്തുകൾ. വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ് മിൻ വറാഇഹി ജഹന്നം വയുസ്ഖാ മിൻ മാഇൻ സ്വദീദ് യതജറഉഹു വലാ യകാദു യുസീഗു ويأتيه الموت من كل مكان وما هو بميت ومن ورائه عذاب غليظ. ഒരുപാട് ആയത്തുകളുണ്ട്. പക്ഷേ ഈ ഒരു ആയത്തിൽ ഒതുങ്ങി നിന്നിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പറയാം. എന്താ പറയുന്നത്? അല്ലാഹു പറയുന്നു, വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്. പോക്കിരി വർഗം മുഴുവനും പരാജയപ്പെട്ടിരിക്കുന്നു. സർവധികാരികളും സ്വേച്ഛാധിപതികളും പരാജയപ്പെട്ടിരിക്കുന്നു. അനീദ്, പരിശുദ്ധ ദീനിനോട് മത്സരബുദ്ധിയോടെ പെരുമാറിയ എല്ലാവരും പരാജയത്തിലാണ്. വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്. ഇത് ബോധ്യപ്പെടണമെങ്കിൽ ദീനിനെ കൊഞ്ഞനം കുത്തിയവൻ, ദീനിനോട് മത്സരിച്ചവൻ, മുഹമ്മദുർ റസൂലുള്ളാഹിയോട് മത്സരിച്ചവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് മത്സരിച്ചവൻ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിനോട് മത്സരിച്ചവൻ, ഈ മുദ്രാവാക്യത്തോട് മത്സരിച്ചവൻ, ഇങ്ങനെ വിശുദ്ധ ഖുർആനിനെ കൊച്ചാക്കിയവൻ, ഇവരൊക്കെ പരാജയപ്പെട്ടു എന്നത് ബോധ്യപ്പെടണമെങ്കിൽ ആദം നബി അലൈഹിസ്സലാം തൊട്ടുള്ള ചരിത്രം പരിശോധിക്കണം. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, കാരണം അത് പറയാൻ തന്നെ നമുക്ക് സമയമില്ലല്ലോ. വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്. ഖുർആൻ പറഞ്ഞു, വൽ അസ്ർ, കാലത്തിന്റെ ചുവരെഴുത്തുകൾ സാക്ഷിയാണ്. കാലത്തിന്റെ ചുവരെഴുത്ത് സാക്ഷിയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യനെന്നും തീരാ നഷ്ടത്തിലാണ്, നഷ്ടക്കയത്തിലേ മനുഷ്യനുള്ളൂ. ആരൊഴികെ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ സത്യാദർശം പ്രഖ്യാപിച്ചവരൊഴികെ ഇല്ലല്ലദീന ആമനൂ, ആദർശ വിശ്വാസികൾ ഒഴികെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം പ്രഖ്യാപിച്ചവരൊഴികെ, വഅമിലുസ് സാലിഹാത്ത്, ആ ആദർശത്തിന് കർമ്മങ്ങളുടെ തിളക്കം കൊടുത്ത ആരാണോ അവന്റെ ആദർശത്തെ മോഡിഫൈ ചെയ്തിരിക്കുന്നത് അവരും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. ഈമാൻ മാത്രം പോരാ, അമലുസ് സാലിഹാത്തും വേണം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ ഒരു അമരവാക്യത്തിൽ വിശ്വസിച്ച് അതിനനുസരിച്ച് തന്റെ ജീവിത ചിട്ടകൾ മുഴുവനും ചിട്ടപ്പെടുത്തി എടുത്ത്, തന്റെ കർമ്മങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി എടുത്ത്, ഞാനായി എന്റെ പാടായി എന്ന് പറഞ്ഞു നിൽക്കുന്നവൻ രക്ഷപ്പെടൂല. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അതും കൂടെ വേണം. ഈ പരമസത്യമായ ആദർശവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞ് അതിന്റെ പ്രബോധനവുമായി മുന്നോട്ട് പോകുമ്പോ നേരിടുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ മനക്കരുത്ത് പകരണം. ഇത്തരം ആളുകൾക്ക് മാത്രമാണ് വിജയിക്കാൻ സാധിക്കുന്നത്. അല്ലാത്തവർ മുഴുവനും പരാജയപ്പെട്ടവരാണ്. ഇത് നമുക്ക് മനുഷ്യന്റെ ആദ്യകാലം തൊട്ടിങ്ങനെ പരിശോധിച്ചാൽ ഓരോ സമൂഹത്തിലും നമുക്കിത് കാണാൻ കഴിയും. അമലുകൾ തകർന്നിട്ട് പരാജയപ്പെട്ടു പോയ ടീമിനെ കാണാൻ കഴിയും. അമലുകൾ കുറഞ്ഞിട്ട് ആദ്യകാലത്തൊക്കെ അതാ ഉള്ളത്. കാരണം അന്നൊന്നും കുഫറില്ല, ശിർക്കില്ല. കുഫറും ശിർക്കും കടന്നു വരുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തോടുകൂടെയാണ്. അതുവരെ തെളിഞ്ഞ ഈമാനാണ്. പക്ഷെ അവിടെ അമലിന്റെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു എന്ന പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. അത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകനോട് കൂടെ തന്നെ ആരംഭിക്കുകയാണ്. ഖാബീലിനോട് കൂടെ തന്നെ ആ പരമ്പര ആരംഭിക്കുകയാണ്. അപ്പൊ മനുഷ്യ ലോകത്തിന്റെ ചരിത്രം സാക്ഷിയാണെന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. പിന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ, ആ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒരാൾക്കും തിരുത്താനാവാത്ത വിധം ശിർക്ക് ജനങ്ങളിൽ വേരുപിടിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഴുവൻ ആളുകളെയും നശിപ്പിച്ചു കളഞ്ഞു പ്രളയത്തിലൂടെ. നമുക്കറിയാലോ. അങ്ങനെ ആ ചരിത്രം ഇങ്ങനെ അങ്ങോട്ട് വായിച്ചു വരുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടവും അവിടെയൊക്കെ നമുക്ക് കാണാം ഇത്തരത്തിലുള്ള ശക്തമായ സംഹാരങ്ങള്, നശീകരണ പ്രവർത്തനങ്ങള്, പലരെയും ധിക്കാരികളെ നശിപ്പിച്ചു കളഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ആദും സമൂദുമൊക്കെ ആ കൂട്ടത്തിൽ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും സമൂഹമായി നമുക്ക് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നു. എത്ര മല്ലന്മാരും എത്ര ശക്തന്മാരുമായിരുന്നു അവർ. എന്തിനും കഴിയുന്നവർ, സ്വാധീനമുള്ളവർ, ശക്തിയുള്ളവർ. അവരെയൊക്കെ അടക്കിയിരുത്തിയിട്ടുണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഈ ചരിത്രമാണ് പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. ഏതു കാലഘട്ടത്തിലും അങ്ങനെയായിരിക്കും അതിന്റെ പര്യവസാനം. മുഅ്മിനീങ്ങൾ ഇന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ, ഇതിനൊക്കെ ഒരു അവസാനമുണ്ട്. അവസാനമായിട്ട് മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണ വിജയം വരുന്നു. യാതൊരു സംശയവും ഈ കാര്യത്തിലില്ല. എവിടെ? ഈ ഭൂമി ലോകത്ത് തന്നെ വരും. എല്ലാ നിലക്കുമുള്ള തിന്മ ഇവിടെ നൃത്തമാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം വരുന്നതോടുകൂടെ ഇവിടെ ഒരു ശുദ്ധീകരണ പ്രവർത്തനം നടക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് സത്യമാണ്, ഭൂമി ലോകത്ത് തന്നെ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഇതാണ് വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്. മുഴുവൻ ധിക്കാരികളും പരാജയത്തിലാണ്. വിശുദ്ധ ദീനിനോട് ആരാണോ മത്സരബുദ്ധി കാണിച്ചത്, ആരാണോ മത്സരിക്കാൻ തയ്യാറായത്, അവരും മുഴുവനും പരാജയപ്പെടും. വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്. ഇനി അല്ലാഹു പറയാണ്, ഭൂമിയിലെ തകർച്ച അതൊരു ചെറിയ തകർച്ചയല്ലേ? ഭൂമിയിലെ തളർച്ച അതൊരു വിഷയമാക്കാനുണ്ടോ? ഏതായാലും ഒരു നാൾ മരിക്കണോ? അത് രണ്ടോ മൂന്നോ കൊല്ലം മുമ്പായി, അല്ലെങ്കിൽ 10 20 കൊല്ലം മുമ്പായി, ഇത്രയല്ലേ ഉള്ളൂ? അല്ല, അവിടെയാണ് വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ് എന്ന് കഴിഞ്ഞ ഉടനെ തന്നെ പറയുന്നു. അമ്മിൻ വറാഇഹി, ഇനി ഇവന്റെ പിറകിൽ വരാനുണ്ട് ജഹന്നം. ജഹന്നം ഇവന്റെ പിറകിൽ ഇവനെ കാത്തിരിക്കുകയാണ്. യഥാർത്ഥ ജീവിതമായ പരലോക ജീവിതത്തിൽ ഇവന് ശക്തമായ നരകമാണ്. വമിൻ വറാഇഹി ജഹന്നം, അവന്റെ പിന്നാലെ ജഹന്നം അവനെ കാത്തിരിക്കുന്നു. ആ ജഹന്നമിന്റെ സ്വഭാവം എന്താ? ഇതാണ് നമ്മൾ ഇന്നിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാ മറ്റുള്ളതൊക്കെ വിശദീകരണം ഒഴിവാക്കി ഇതിലേക്ക് എത്തിയത്. ആ ജഹന്നമിന്റെ സ്വഭാവം അല്ലാഹു തആല ചെറിയ ഒരു വാക്കിൽ വിശദീകരിക്കുന്നു. വയുസ്ഖാ മിമ്മാഇൻ സദീദ് യതജറഉഹു വലാ യകാദു യുസീഉഹു വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ വമാ ഹുവ ബിമയ്യിത് വമിൻ വറാഇഹി അദാബുൻ ഗലീം. ഇതിനാ നരകത്തിൽ കൊണ്ടുപോകുന്നത്.
എന്തിനാ നരകത്തിൽ കൊണ്ടുപോകുന്നത്? ആ നരകത്തിൽ കൊണ്ടുപോയിട്ട് വയുസ്ഖാ, അവന് കുടിപ്പിക്കപ്പെടും. വയുസ്ഖാ, അവന് കുടിപ്പിക്കപ്പെടും. എന്താ കുടിപ്പിക്കപ്പെടുന്നത് അവന്? മിമ്മാഇൻ സദീദ, നരകാവകാശികളുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചലവും ചോരയും മിക്സായിട്ടുള്ള ആ വെള്ളത്തിൽ നിന്ന് അവന് കുടിപ്പിക്കപ്പെടും. ചോരയും ചലവും കൂടെ ചേർത്തിട്ടുള്ള ആ വെള്ളത്തിൽ നിന്ന് അവന് കുടിപ്പിക്കപ്പെടും. ആ ചുടുജലത്തിൽ നിന്ന് അവന് കുടിപ്പിക്കപ്പെടും. മിമ്മാഇൻ സദീദ, നരകാവകാശികളുടെ ചീൻജലം അവനെ കുടിപ്പിക്കും. ചോരയും ചലവും കൂടെ ചേർന്നത് മിമ്മാഇൻ സദീദ. ഇത് നരകത്തിലേക്കാണ്ട് കടക്കുമ്പോ കിട്ടുന്ന ഒരു പ്രഥമ സൽക്കാരം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. വയുസ്ഖാ മിമ്മാഇൻ സദീദ്. സുബ്ഹാനല്ലാഹ്, അത് കുടിപ്പിക്കപ്പെടുമ്പോ ഈ നരകാവകാശിയായ നമ്മുടെ അവസ്ഥ എന്താ? ഓരോരുത്തരും ചിന്തിക്കുക. ഈ പ്രഭാഷണം കേൾക്കുമ്പോ എന്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന ചെയറിൽ തൊട്ടടുത്തിരിക്കുന്നവന് വരാനുള്ള അനുഭവമാണിത് എന്നാലോചിക്കുന്നതിന് പകരം ഓരോരുത്തരും സ്വന്തത്തിലേക്ക് തിരിയുക. പടച്ചോനെ, ഞാനെങ്ങാനും നരകത്തിലേക്കാണ് വിധിക്കപ്പെട്ടതെങ്കിൽ എനിക്ക് വരാനുള്ള അവസ്ഥയാണല്ലോ ഇത്. ശരിക്കും നെഞ്ചിൽ തട്ടി ആലോചിക്കണം. എന്നിട്ട് റമളാനിൽ വിശുദ്ധ നോമ്പെടുത്ത് ഈ ഖുർആനിന്റെ ചാരത്തൊത്തുകൂടിയ നമ്മൾ ഇവിടെ നിന്നും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം പടച്ചോനോട്. പടച്ചോനെ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ഈ ഒരു ഭയത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളെ ഖായിബാക്കുകയില്ല. ഇവനിത് കുടിപ്പിക്കുന്ന സമയത്ത് യതജറഉഹു, ഇതിന്റെ ഓരോ മുറുക്കുകളും ഓരോ ഇറക്കുകളും ഇവൻ ഇറക്കാൻ വേണ്ടി പ്രയാസപ്പെടും. യതജറഉഹു, പാടുപെട്ടതിന്റെ ഇറക്കുകൾ അവൻ തൊണ്ട വിട്ട് താഴോട്ടിറക്കും, ചങ്കിലൂടെ താഴോട്ടിറക്കും. പക്ഷേ വലാ യകാദു യുസീഖുഹു, മര്യാദക്കത് ഹൽക്കിലൂടെ ഇറങ്ങിപ്പോകില്ല. വലാ യകാദു യുസീഖുഹു, ഒന്നങ്ങോട്ട് വിഴുങ്ങിയിട്ട് എങ്ങനെയെങ്കിലും വയറ്റിനകത്താക്കട്ടെ എന്ന് കരുതിയിട്ട് അതാ അവൻ ഞരമ്പുകളൊക്കെ വീർപ്പിച്ച് പിടിച്ച് അതാ അവന്റെ കഴുത്തവൻ ശരിക്ക് തിരിച്ചു പിടിച്ചൊന്നങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവൻ മൽപിടുത്തം നടത്തുക എന്നല്ലാതെ, ഈ വെള്ളത്തോട് ഇവൻ പൊരുതുക എന്നല്ലാതെ, വലാ യകാദു യുസീഖുഹു, ഈ വെള്ളം താഴോട്ടങ്ങ് പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയില്ല, സുഗമമായി ഇറങ്ങിപ്പോവുകയില്ല. വലാ യകാദു യുസീഖുഹു വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ വമാ ഹുവ ബിമയ്യിത്. ആ സമയത്ത് ഈ വെള്ളം തൊണ്ടയിൽ കെട്ടിയിട്ട് താഴോട്ടിറങ്ങാതെ അതാ വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, നാല് ഭാഗത്തു നിന്നും അവന്റെ ചുറ്റുപാടിൽ നിന്നൊക്കെ എല്ലാ ഭാഗത്തു നിന്നും മരണം അവനെ പിടികൂടും. വമാ ഹുവ ബിമയ്യിത്, എന്നാ മരിക്കൂല. മരിക്കാതെ മരിക്കുക, കൊല്ലാതെ കൊല്ലുക, കേട്ടിട്ടില്ലേ? ഈ പരിപാടിയാണ് വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ വമാ ഹുവ ബിമയ്യിത്. മരണം അവനെ പിടികൂടും ചുറ്റുപാടിൽ നിന്നും. മരിക്കാണെന്ന് തോന്നും, പക്ഷെ മരിക്കൂല. ഒരു മനുഷ്യൻ ഇതിലും വലിയ അദാബന്ധമുണ്ട്. ഇതിപ്പോ വേണ്ടതുപോലെ അങ്ങ് തലയെ കയറിയിട്ടുണ്ടാവില്ല. കാരണം എന്തായിരിക്കും ഈ വെള്ളം നമ്മളിപ്പോ ചുടുജലം എന്നൊക്കെ കേട്ടപ്പോ സാധാരണഗതിയിൽ നമ്മളൊക്കെ കുടിക്കുന്ന ഓവർ ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ സങ്കല്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സുലൈമാനി ഓവർ ചൂടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കുടിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മഹാബദ്ധമായിരിക്കും. ഈ പറഞ്ഞ മാഉൻ സദീദ് എന്താ? ഈ മാഉൻ സദീദിന്റെ ചൂട് എത്രയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഈ മാഉൻ സദീദിന്റെ ചൂട് കേട്ടോളൂ, അത് രക്തമാണ്, സ്ഥലമാണ്. ആ അർത്ഥത്തിലൊക്കെ ചൂടില്ലെങ്കിൽ തന്നെ അത് കുടിക്കാൻ കഴിയൂല. പോവട്ടെ, ഈ വെള്ളം എപ്പോഴാ നമുക്ക് കിട്ടുന്നത്? ചൂടിന്റെ കടുപ്പം പറയുന്നതിന് മുമ്പ് എപ്പോഴാ കിട്ടുന്നത്? ദാഹിച്ചു വലഞ്ഞ് തൊണ്ട വരണ്ട് പടച്ച റബ്ബിനോട് ആർത്ത് നിലവിളിക്കുമ്പോ അല്ലാഹ് തരാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ അൽ-കഹ്ഫ് ഓതിയില്ലേ? എല്ലാ വെള്ളിയാഴ്ച അൽ-കഹ്ഫ് ഓതുമ്പോ ആ ആയത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ ഒന്നവിടെ നിൽക്കണം.
അല്പനേരം ആലോചിക്കണം. പടച്ചോനെ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഒന്നാലോചിച്ചിട്ട് ഈ നരകവും ഞാനും പടച്ചോനെ അടുത്തു കളയോ, ഈ നരകം എന്നെ വെട്ടി വിഴുങ്ങോ ഒന്നാലോചിക്കുന്നത് നല്ലതാ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അടുത്ത വെള്ളിയാഴ്ചയും പാരായണം ചെയ്യാൻ നിൽക്കുന്നു. ആ ആയത്ത് എത്തുമ്പോ ഒന്ന് ആലോചിക്കണം എന്ന് കേട്ട വയത് മറന്നു പോകരുത്. നരകാവകാശികൾ അതാ വെള്ളത്തിന് ദാഹിച്ച് തൊണ്ട വരണ്ട് പടച്ചോനോട് ഒരു മുറുക്ക് വെള്ളം തരുവോ പടച്ചോനെ, തൊണ്ട വരണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ പടച്ച റബ്ബ് യുഗാസു വെള്ളത്തിന് സഹായമർത്ഥിക്കുമ്പോ അവരെ സഹായിക്കപ്പെടും. എണ്ണച്ചണ്ടി ഉരുക്കിയതുപോലെയുള്ള, ഇന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയട്ടെ, ടാർ ഒരുക്കിയതുപോലെയുള്ള ഒരു തരം ചുടുജലം കൊടുത്ത് അവരെ സഹായിക്കും. കണ്ടോ, കൽ മുഹൽ ബിമാഇൻ കൽ മുഹ്ലി. ആ വെള്ളത്തിന്റെ സ്വഭാവം എന്താണ്? അത് വളരെ ലൂസല്ല, എന്നാൽ ടൈറ്റാണോ അതുമല്ല, ഒരു മീഡിയ അവസ്ഥയായിരിക്കും. ലൂസാണെന്നും പറയാൻ പറ്റില്ല, ടൈറ്റാണെന്നും പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു വെള്ളാണ്. ടാർ ഉരുക്കിയതുപോലെ എന്ന് പറഞ്ഞതിനാണ്. എണ്ണച്ചണ്ടി ഉരുക്കിയതുപോലെ, ടാർ ഉരുക്കിയതുപോലെ. അത് ചുടുവെള്ളം പോലെ ലൂസായിട്ടല്ല ഉണ്ടാവുക, എന്നാ പാടെ ടൈറ്റായിട്ടുമല്ല ഉണ്ടാവുക. ഈ സാധനവും നമുക്ക് കോരിത്തരാ കുടിക്കാൻ വേണ്ടിയിട്ട്. കുടിച്ചോ, ഇത് കുടിച്ചാൽ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകൂല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഒരു തുള്ളി ടാറ് റോഡ് പണി നടക്കുന്ന സമയത്ത് വെട്ടിത്തിളക്കുന്ന ടാറിന്റെ ടിന്നിലേക്ക് ഒന്നെത്തി നോക്കുക. ഇത് ഓവറായിട്ട് തിളച്ചു മറിയൂല, ഒരു ചെറിയ തുള്ളലേ അതിനുണ്ടാവുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അതിൽ ഒരു സൂചി മുക്കിയിട്ട ആ സൂചിയിൽ നിന്ന് ഒലിക്കുന്ന ഒരു തുള്ളി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒഴിക്കുവോ? ധൈര്യമുണ്ടോ നമുക്ക്? ഇല്ല. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുക കാര്യത്തെക്കുറിച്ച്. ഇത്രയും കടുപ്പമുള്ള വെള്ളമാണ് നമുക്ക് കുടിക്കാൻ വേണ്ടി അല്ലാഹു തരുന്നത്. അതിന്റെ ചൂടാണ് പറഞ്ഞത്. മുഖത്തെ വികൃതമാക്കി കളയുന്ന, കരിച്ചുണക്കി കളയുന്ന വെള്ളം, ഉരുക്കിക്കളയുന്ന വെള്ളം. ആ വെള്ളം കുടിക്കാൻ വേണ്ടി മുഖത്തോട് അടുപ്പിക്കുമ്പോൾ ആ വെള്ളം താഴെ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും മുഖം കരിഞ്ഞിങ്ങനെ പോകും. ഇതിന്റെ ചൂടാണിത്, ഈ വെള്ളത്തിന്റെ ചൂടാണ്. എത്ര ഓവർ ചൂടുള്ള വെട്ടിത്തിളക്കുന്ന, നിങ്ങൾക്ക് ഒരിക്കലും കുടിക്കാൻ സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ മുഖത്തിന്റെ താഴെ വെച്ചോ. ഒരു മണിക്കൂർ വെക്ക, ഒരു കഷ്ണം മുഖത്തിന്റെ മാംസത്തിൽ നിന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരായി ഗ്ലാസ്സിലേക്ക് വീഴോ. എന്നാൽ ഈ വെള്ളം, ഇതിന്റെ സ്വഭാവമായി പറഞ്ഞത് ഈ വെള്ളമാണ് കുടിക്കേണ്ടത്. എത്രയാ കുടിക്കേണ്ടത്? വളരെ കുറച്ച് മാത്രം കുടിച്ചാൽ മതിയോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ആയത്തിൽ അല്ലാഹു പറയുന്നില്ല. തൊട്ടടുത്ത് മറ്റു അധ്യായങ്ങളിൽ അല്ലാഹു തആല പലയിടത്തായി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുമ്പാണ് അല്ലാഹു സഖൂം വൃക്ഷം തീറ്റിക്കുക. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രഭാഷണങ്ങളിൽ, പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സീഡി കേട്ടവരൊക്കെ ശജറത്തു സഖൂം, ഇല്ലാത്ത കടുപ്പുള്ള സാധന, മരം, ആ മരത്തിന്റെ കമ്പ്, ആ കമ്പുകൾ ഇങ്ങനെ വെട്ടിയിട്ട് നമുക്ക് തിന്നാൻ തരുന്നു. ഇന്ന ശജറത സഖൂം ത്വആമുൽ അസീം എന്ന് പറഞ്ഞ് അല്ലാഹു തആല സൂറത്തു ദുഖാനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. കുറ്റവാളിയുടെ ഭക്ഷണമാണത്. അത് മുളച്ച് പൊങ്ങുന്നത് നരകത്തിലാണെന്ന് സൂറത്തു സാഫാത്തിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, അത് മുളച്ചു പൊങ്ങുന്നത് നരകത്തിന്റെ മുരട്ട. പിന്നെ ഇത്രയും കടുപ്പമുള്ള തീയിൽ അത് കരിഞ്ഞു പോകൂലേ എന്ന് സംശയിക്കണ്ട, മുളച്ചത് തന്നെ ഈ തീയിലാണ്. തഖ്റുജു ഫീ അസ്ലിൽ ജഹീം. ആ മരക്കമ്പുകൾ നമുക്ക് തിന്നാൻ വേണ്ടി തരും. ഇത് മുള്ളുകളാണ്, സങ്കീർണമായ മുള്ളിൻ കമ്പുകൾ.
ഇത് തിന്നാൻ വേണ്ടി തരുമ്പോ അത് കടിക്കുമ്പോഴേക്ക് നമ്മുടെ അണ്ണാക്ക് തകരും. പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മുടെ തൊണ്ട പൊട്ടും. ഈ അവസ്ഥയിലാണ് ഇത് തിന്നിറക്കുമ്പോ, പടച്ചവനെ നീ പറഞ്ഞതിനും മാത്രം ഒരു കൊള്ളി ഞാൻ തിന്നു, ഇനി എന്നോട് പറയരുതെന്ന് പറയാമോ? ഇല്ല. ഫമാലിഊന മിൻഹൽ ബുതൂൻ. എന്താണ് അതിന്റെ അർത്ഥം? പച്ച മലയാളത്തിൽ പറഞ്ഞ പള്ള നിറച്ചു തിന്നണം. ഫമാലിഊന മിൻഹൽ ബുതൂൻ. ഖുർആൻ പറയുന്നു, വയറു നിറയെ തിന്നേണ്ടി വരും കേട്ടോ സക്കൂം വൃക്ഷം. വയറ് നിറയെ നിങ്ങൾ സക്കൂം വൃക്ഷം കയറ്റേണ്ടി വരും. അത് ഫുള്ളാക്കുമ്പോഴാണ് ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. ആ ഭക്ഷണത്തിന് ദമ്മിടാനാണ് വെള്ളം ചോദിക്കുന്നത്. ആ വെള്ളമാണ് ഹമീം വെള്ളം. നിങ്ങൾ ചുടുജലം കുടിക്കേണ്ടി വരും ആ ഭക്ഷണത്തിന് ദമ്മിടാൻ. അതിന്റെ മുകളിൽ നിങ്ങൾ ചുടുജലം കുടിക്കും. ഫശാരിബൂന ശുർബൽ ഹീം. ഇത്രയും ചൂടുള്ള വെള്ളം കുടിക്കുന്നത് വേണോ വേണ്ടേ എന്ന് കരുതി അങ്ങനെ കുടിക്കാൻ അല്ലാഹു അനുവദിക്കുന്നില്ല. ഫശാരിബൂന ശുർബൽ ഹീം. ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ കുടിക്കണം. ഫശാരിബൂന ശുർബൽ ഹീം. ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വേണോ വേണ്ടേ എന്ന് വിചാരിച്ചു കുടിക്കാൻ പറ്റൂല. പിന്നെയോ മോന്തി കുടിക്കേണ്ടി വരും. ഓവർ ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ കിട്ടിയാൽ വലിയൊരു അദാബായിരിക്കൂലേ സഹോദര? നേരം വൈകുന്ന സമയത്ത് ബസ് ഇങ്ങനെ വരാൻ നിൽക്കുകയാണ്, ഹോട്ടലിൽ കയറി അടിക്കാത്ത ചായ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ കഴിയൂല. എന്നാ പിന്നെ ചായ അവിടെ വെച്ചിട്ട് വണ്ടി കിട്ടാൻ ഓടുകയല്ലാതെ യാതൊരു നിർവാഹവുമില്ല. ഇത് കുടിച്ചില്ലല്ലോ, ഇതിന് കാശ് കൊടുക്കണല്ലോ എന്നുള്ള ബേജാറല്ല. കാശ് കൊടുത്തിട്ട് ചായ കുടിക്കാതെ അത് അവിടെ ഇട്ടേച്ച് പിന്നെ ഓടുകയാണ്. കാരണം എന്താ? അങ്ങനെ ഒറ്റയടിക്ക് വണ്ടി കിട്ടാൻ വേണ്ടി മോന്തി അങ്ങോട്ട് കുടിച്ചാൽ വായ മുഴുവനും തകരും, മുഴുവനും പൊള്ളും. ഇതിവന് നല്ല ബോധമുണ്ട്. അപ്പൊ നമുക്ക് ചൂടുള്ള ഒരു ഗ്ലാസ് ചായ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് അകത്താക്കുന്നത് പതുക്കെ 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 ശകലാണ് കുടിക്കാറുള്ളത്. അങ്ങനെ പറ്റുള്ളൂ. എന്നാൽ ഇത്രയും ചൂടുള്ള വെള്ളം, ഈ ചൂട് എന്താ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ചൂടാണ്. ഈ ചൂടുള്ള വെള്ളം മോന്തി കുടിക്കണം, പോത്ത് കുടിക്കും പോലെ കുടിക്കണം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഖുർആനല്ലേ? സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടായി വെള്ളം തരുന്നത്. സക്കൂം വൃക്ഷം നന്നായി തിന്നാൻ തിന്നിട്ട് പിന്നെ വെള്ളം തരും. ആ വെള്ളം ഇറക്കാൻ വേണ്ടി അവൻ പാടുപെടും. അവനത് അതിന്റെ ഓരോ ഇറക്കുകളും താഴേക്ക് ഇറക്കാൻ വേണ്ടി കഷ്ടപ്പെടും. ആ ഇറക്കുകളോട് പൊരുതും അവൻ. പക്ഷേ ഇറങ്ങിപ്പോകൂല. അപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ആ പറഞ്ഞത്, വയഅ്തീഹിൽ മൗതു മിൻ കുല്ലി മക്കാൻ വമാ ഹുവ ബിമയ്യിത്ത്. നാനാഭാഗത്തുനിന്നും മരണം അവനെ പിടിമുറുക്കും, പക്ഷേ മരിക്കൂല. മരിക്കുകയാണെങ്കിൽ അതോടുകൂടെ കഴിഞ്ഞിരുന്നു. മരിക്കുകയാണെങ്കിൽ അതോടുകൂടി തീർന്നു. പക്ഷെ മരിക്കാതെ നിലനിന്നാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഇത്തരം ഒരു അദാബ് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഭയാനകമാണത്. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വയറ് നിറയെ വെള്ളം കുടിക്കണം, വയറ് നിറയെ സക്കൂം വൃക്ഷവും തിന്നണം. ഇത് രണ്ടും ഫുള്ളാക്കിയിട്ട് എത്തിക്കട്ടിയ വയറുമായിട്ട് അവൻ നരകത്തിലേക്ക് വരുന്നു, നരകത്തിന്റെ സെന്ററിലേക്ക് പ്രവേശിക്കുന്നു. നരകത്തിലെത്തുമ്പോഴായത് കൊടുക്കുന്നത്, പിന്നെ അവനെ നരകത്തിന്റെ സെന്ററിൽ കൊണ്ടുപോയി തളക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തെ, വയഅ്തീഹിൽ മൗതു മിൻ കുല്ലി മക്കാൻ വമാ ഹുവ ബിമയ്യിത്ത് വമിൻ വറാഇഹി അദാബുൻ ഗലീദ് വമിൻ വറാഇഹി അദാബുൻ ഗലീദ്. ഇത് പ്രഥമ സൽക്കാരമല്ലേ? സൂറത്തുൽ വാഖിയ അങ്ങനെ തന്നെ പറഞ്ഞു, ഹാദാ നുസുലുഹും യൗമദ്ദീൻ. ഇത് പ്രതിഫല നാളിലുള്ള അവരുടെ പ്രഥമ സൽക്കാരമാണ്. ഇത് കഴിഞ്ഞിട്ട് ദാ സൂറത്തു ഇബ്രാഹിം നമ്മളിപ്പോ ഓതിവെച്ച ആയത്ത്, ഇത്ര വമ്പിച്ച ഒരു വെള്ളം കുടി. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, വമിൻ വറാഇഹി അദാബുൻ ഗലീദ്. ഇത് കൂടാതെ ഇത് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നാലെ അദാബുൻ ഗലീദ്, കഠോരമായ ശിക്ഷ പലതും വരാനുണ്ട് കേട്ടോ. വമിൻ വറാഇഹി അദാബുൻ ഗലീദ്. എന്തെല്ലാം അടങ്ങിയ ആ ഒരു വാക്കിൽ? നരകത്തിലുള്ള മുഴുവൻ സംഗതികളും അടങ്ങി. അവിടെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെ പഠിപ്പിക്കുന്നത്,
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന, അതുപോലെ തന്നെ സ്വഹാബാ കിറാം പഠിപ്പിക്കുന്ന, ഇവരൊക്കെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് ഇങ്ങ് കൊണ്ടുവന്നാൽ ഇദാ ജീഅ ബിർറജുലി ഇലന്നാരി ഫഖീൽ, ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവനോട് പറയാൻ ഇംതദിർ ഹത്താ നുത്ഹിഫക്, നിൽക്കവിടെ, വെയിറ്റ് ചെയ്യൂ അവിടെ, അങ്ങനെ അങ്ങ് കടന്നു പോകല്ല. ഹത്താ നുത്ഹിഫക്, നിനക്ക് ഒരു സമ്മാനം തരാനുണ്ട്. ഹത്താ നുത്ഹിഫക, നിനക്കൊരു തുഹ്ഫ, ഒരു പ്രസന്റേഷൻ നൽകാനുണ്ട്. ആ പ്രസന്റേഷൻ വാങ്ങിയിട്ടേ നരകത്തിലേക്ക് പോകാവൂ. ഇത് സക്കൂം വെള്ളത്തിന്റെ, വൃക്ഷത്തിന്റെയും ഹമീം വെള്ളത്തിന്റെയും ഒക്കെ മുമ്പുള്ള പരിപാടിയാ. ഇത് തന്നിട്ടാ നരകത്തിലേക്ക് വിടുന്നത്. അവിടെ എത്തുമ്പോൾ സക്കൂം വൃക്ഷവും ഹമീം വെള്ളവും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കണോ, സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ മനുഷ്യന് ഇത് പറയുമ്പോ അവൻ കാത്തിരിക്കുന്നു, എന്തോ കിട്ടാനുണ്ട്. അപ്പോഴാണ് ഒരു കപ്പ് കരിന്തേളുകളുടെയും കരിമൂർക്കന്റെയും വിഷം, കരിന്തേളുകളുടെയും കരിമൂർക്കന്റെയും വിഷം, ആ വിഷം ഒരു കപ്പ് കൊണ്ടുവന്നിട്ട് കയ്യിൽ കൊടുക്കുന്നു. ഇതാ അദ്നാഹാ മിൻ ഫീഹി, ആ കപ്പ് അവൻ വായയോടടുപ്പിക്കുമ്പോ, അത് കുടിക്കാൻ വേണ്ടി വായയോടടുപ്പിക്കുമ്പോഴേക്ക് മയ്യസത്തിൽ അഹ്മാലാഹിദ വൽ അദ്മഅലാഹിദ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്കൊക്കെ വരാൻ പോകുന്ന അവസ്ഥയാണിത്. പടച്ചോനെ, ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഈ ഒരു കപ്പ് വിഷം, കരിന്തേളിന്റെയും കരിമൂർക്കന്റെയും വിഷം കുടിക്കുമ്പോ മയ്യ കുടിക്കണ്ട, കുടിക്കാൻ വേണ്ടി വായോടടുപ്പിക്കുമ്പോഴേക്ക് മയ്യസത്തിൽ അഹ്മാലാഹിദ വൽ അദ്മാലാഹിദ, എല്ല് വേറെ തൊലി വേറെ വേർതിരിച്ചങ്ങ് വെക്കും. മയ്യസത്തിൽ അഹ്മാലാഹിദ, എല്ല് വേറെയാക്കി, മാംസം വേറെയാക്കി, അതുപോലെ തന്നെ വൽ അദ്മാലാഹിദ, എല്ല് വേറെയാക്കി കളഞ്ഞു. രണ്ടും തൊലിയുരിഞ്ഞിട്ട് മാംസം എല്ലിൽ നിന്ന് ഉരുകി ഒലിച്ചിട്ട് രണ്ടും രണ്ടായി മാറി. രണ്ടും മാംസം വേറെ, അതുപോലെ തന്നെ അസ്ഥി വേറെ, ഈ രൂപത്തിലേക്കെത്തും. എന്നാൽ വീണ്ടും അത് ശരിപ്പെടുന്നു. ഈ ദുരന്തം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ വെള്ളം കുടിക്കുമ്പോഴുള്ള അദാബത്രേ. അത് കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ഈ സക്കൂം വൃക്ഷവും അതുപോലെ തന്നെ ഹമീം വെള്ളവും സൽക്കരിക്കപ്പെടുന്നത്. അതും കഴിഞ്ഞതിന്റെ ശേഷം വമിൻ വറാഇഹി അദാബുൻ ഗലീദ്. ഇതെന്താ? ഇത് കഴിഞ്ഞിട്ട് ഈ സാധു എല്ലാം കഴിഞ്ഞു എന്ന് കരുതി നരകത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടുകയാണ്. കഴിഞ്ഞു, ഇനി കൂടുതലൊന്നും വരാനില്ല എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അതാ കൽപ്പന വരുന്നു. ആർക്കാണ് കൽപ്പന? മലാക്കമാർക്ക് കൽപ്പന വരുന്നു. ആരായി? മലക്കുകള്, സബാനിയാക്കളായ മലക്കുകള്. എന്താണ് സബാനിയാക്കളായ മലക്കുകളുടെ പ്രത്യേകത എന്നറിയോ? സബാനിയാക്കളായ മലക്കുകൾ അവർക്ക്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇല്ല, ദാക്ഷിണ്യം എന്താണെന്ന് അവർക്കറിയില്ല. ദാക്ഷിണ്യം എന്താണെന്ന് ഒരിക്കലും ആ സബാനിയാക്കളായ മലക്കുകൾക്കറിയില്ല. സ്നേഹമായി പറയില്ല, നിർദാക്ഷിണ്യം അവർ നിങ്ങളോട് പെരുമാറുന്നു. വന്നിട്ട് എങ്ങനെയാണ് അവർ പെരുമാറുന്നത്? അവർ വന്നിട്ട് വളരെ കടുത്ത ഭാഷയിൽ അല്ലാഹു തആല അവരോട് പറയുന്ന, ദാ എന്റെ അടിമ എല്ലാം കഴിഞ്ഞു എന്ന മട്ടിൽ അവൻ നിൽക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ശിക്ഷ തുടങ്ങുന്നല്ലേ ഉള്ളൂ, പാർട്ടി തുടങ്ങുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. പിടിക്കൂ എന്റെ അടിമയെ, പിടിച്ചിട്ട് എന്റെ അടിമയെ നിങ്ങൾ തിരുത്തി കൊടുക്കണം. പലതും കിട്ടാനുണ്ട് എന്നവനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവനെ പിടിച്ചിട്ട് നരകത്തിന്റെ സെന്ററിൽ കൊണ്ടുപോയി ചങ്ങലയിൽ തളച്ചിടൂ. എവിടെ? സൂറത്തു ദുഖാനിൽ. കൽമുഹ്ലി യഗ്ലീ ഇന്ന ശജറത സഖൂം തആമുൽ ലസീം കൽമുഹ്ലി യഗ്ലീ ഫിൽ ബുതൂൻ കഗലിൽ ഹമീം. ഹമീം വെള്ളത്തിന്റെ തിളക്കലും, ഹമീം വെള്ളം തിളക്കലും, സക്കൂം വൃക്ഷം തിളക്കലും, അതിന്റെ ജോറ് ആദ്യം അങ്ങോട്ട് അവതരിപ്പിച്ചു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഖുദൂഹു ഫഅ്തിലൂഹു
ഇലാ സവാഇൽ ജഹീം. പിടിയടാവനെ, പിടിച്ചിട്ട് ചങ്ങലയിൽ തളച്ച് ജഹീമിന്റെ സെന്ററിൽ കൊണ്ടുപോയി കെട്ടണം. ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാനുള്ള നമുക്ക് ആലോചിക്കാതിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ വരാനുള്ള ഒരു ലോകമാണല്ലോ. അഷ്റഫുൽ ഖൽഖ് നമ്മളെ പഠിപ്പിച്ചതല്ലേ. നമ്മുടെ തറവാട്ടിലേക്ക് തിരിച്ചു പോവണ്ടേ? ഓരോരുത്തരും ചെന്ന് കിടക്കുന്ന ഖബറിടം അവന്റെ തറവാടല്ലേ? അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും വിശാലമായി കടന്നു വരാം. സമയം വൈകിപ്പോകും. ഓരോ മനുഷ്യനും ചെന്ന് കിടക്കുന്ന ഇടം അവന്റെ തറവാടാണ്. അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഖബറിലുള്ള മണ്ണിന്റെ ഭാഗത്ത് നിന്നാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഹദീസിൽ പച്ചയായി പറഞ്ഞതാണ്. ആദമിനെ സൃഷ്ടിക്കാൻ ആവശ്യമായ മണ്ണെടുക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് മണ്ണിന്റെ തരികൾ അതിലേക്ക് ശേഖരിച്ചിട്ടുണ്ട്. അത് ഏതു ഭാഗത്ത് നിന്നാണോ നിന്റെ ഖബറിൽ ഉള്ള ആദമിന്റെ ഏതൊരു കുട്ടിയുടെയും മണ്ണ് ഏതൊരു ഭാഗത്ത് കിടക്കുന്നുണ്ടോ ആ ഭാഗത്ത് നിന്ന് ഒരു തരി മണ്ണ് ആദമിന്റെ സൃഷ്ടിപ്പിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വേറെ കുറെ തെളിവുകളെ കൊണ്ട് ഇത് വളരെ വ്യക്തമാണ്. ഞാൻ ഇപ്പോൾ അതിലേക്ക് വരുന്നില്ല. കാരണം അത് പറഞ്ഞാൽ ഒരു ദിവസം അതിന് തന്നെ വേണം. മറ്റൊരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ലോകത്തേക്ക് യാത്ര തിരിക്കണമെന്ന ബോധമുണ്ടാവണം. അത് കഴിഞ്ഞാൽ ആ ബർസഖിയായ ജീവിതം കഴിഞ്ഞാൽ തുടങ്ങാനുള്ള പരമാർത്ഥമാണിത്. ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിലങ്ങൂതിയാൽ ഉടനെ എല്ലാവരും മണ്ണും തട്ടി എഴുന്നേൽക്കും. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഞാനാണ് ആദ്യം മണ്ണ് തട്ടിക്കൊട്ടുന്നവൻ. ഇന്നലെ മിനിയാന്ന് നമ്മൾ കേട്ടു, വഅനാ അവ്വലു മൻ യർഫുദു തുറാബ അൻ റഅസിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും കേട്ടുകഴിഞ്ഞതാ. അതിനെ തുടർന്ന് എല്ലാവരും എഴുന്നേൽക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ ലോകമൊക്കെ വരാനുള്ളത്. പിടിച്ച് നരകത്തിന്റെ സെന്ററിൽ കൊണ്ടുപോയി തളച്ചിടൂ. പിടിച്ചു കെട്ടി നരകത്തിന്റെ സെന്ററിൽ തളച്ചു. എന്നിട്ടെന്താ പരിപാടി? അല്ലാഹു പറയുന്നു, സുമ്മ സുബ്ബു ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹബീബ് വമിൻ വറാഇഹി അദാബുൽ ഗലീം എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ വാക്കിൽ ഇതൊക്കെ അടങ്ങിയിരിക്കുന്നു. അതിന്റെ പിറകിൽ കഠോരമായ പലതും വരാനുണ്ട് എന്ന് പറഞ്ഞത് ഇതങ്ങ് കഴിഞ്ഞിട്ട് പറയാണ്, അവനെ നേരെ ചങ്ങലയിൽ കൊണ്ടുപോയി തളച്ചിട്ട് നരകത്തിന്റെ സെന്ററിൽ തൂണിൽ കെട്ടിയിട്ടിട്ട് സുമ്മ സുബ്ബൂ ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം. നേരത്തെ കേട്ട വെള്ളം, ഏത് വെള്ളം? കുടിക്കാൻ വേണ്ടി മുഖത്തോടടുപ്പിക്കുമ്പം മുഖത്തെ മാംസം ഉരുകി വീഴുന്നു പറഞ്ഞ വെള്ളം. ആ വെള്ളം സുമ്മ സുബ്ബൂ ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം. അവന്റെ തലയുടെ മൂർധാവിലേക്ക്, ഒത്ത സെന്ററിലേക്ക് സുമ്മ സുബ്ബു, എന്റെ മാലാക്കമാരെ സബാനിയാക്കളെ നിങ്ങൾ പമ്പ് ചെയ്യൂ. ഉണ്ടോ? അണ മുറിയാതെ ചൊരിക്ക, പമ്പ് ചെയ്യാ. സുമ്മ സുബ്ബു, കുത്തി ചൊരിക്കണം. ഒരു തുള്ളി മുറിയരുത്, അണ മുറിയാതെ വരണം. ഫൗഖ റഅസിഹി, അവന്റെ തലയുടെ മുകളിലേക്ക് മിൻ അദാബിൽ ഹമീം, ഹമീം വെള്ളമാകുന്ന ശിക്ഷ, അതിൽ നിന്ന് അവന്റെ തലയുടെ മുകളിൽ ചൊരിച്ചു കൊടുക്കൂ. ഒറ്റ കാര്യം ഞാൻ എന്റെ കൂട്ടുകാരോട് ചോദിച്ചോട്ടെ, നമുക്കൊക്കെ കുടിക്കാൻ കഴിയുന്ന ഒരു ഗ്ലാസ് വെള്ളം, കുടിക്കാൻ മാത്രമുള്ള ചൂടേ ഉള്ളൂ. ആ ഒരു ഗ്ലാസ് വെള്ളം പ്രിയപ്പെട്ട സുഹൃത്തെ ഞാനും നിങ്ങളും തലയിലൊഴിക്കാൻ ധൈര്യപ്പെടുമോ? വായുടെ അന്തർഭാഗം അല്ലാഹു കുറച്ചൊക്കെ ചൂടുള്ളത് കുടിക്കാൻ പറ്റുന്ന രൂപത്തിലല്ലേ സൃഷ്ടിച്ചത്. ചൂടുള്ളത് തിന്നേണ്ട മനുഷ്യന് കുറച്ചൊക്കെ ചൂട് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലല്ലേ വായയുടെ അന്തർഭാഗം ഉൾഭാഗമെന്ന പഠിച്ചത്. തീർച്ചയായും. എന്നാൽ ഒരു മീഡിയം ചൂടുള്ള വെള്ളം, വായിലൂടെ നിങ്ങൾക്ക് സുഗമമായിട്ട് കുടിച്ചിറക്കാവുന്ന വെള്ളം, ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ആ വെള്ളം മോമിനീങ്ങളെ നിങ്ങൾക്ക് തലയിലൊഴിക്കാമോ? ധൈര്യമുണ്ടോ? ഒരിക്കലും ഉണ്ടാവൂല. അവിടെയാണ് ഇത്രയും കടുപ്പമുള്ള വെള്ളം പിന്നെ വരുന്നത് തലയിലേക്കാണ്. ഒന്ന് തല മാറ്റാനുള്ള ചാൻസ് ഇല്ല. സുമ്മ സുബ്ബു ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം.
സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഈ അവതരിപ്പിക്കുന്നതിലെല്ലാം നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നതാണ്. പക്ഷേ ഇത് ഒന്നും കൂടെ മനസ്സിൽ തട്ടും. എത്ര ഗൗരവമുള്ളതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, പലപ്പോഴും ബാത്റൂമിൽ തലചുറ്റി വീണു എന്ന് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പലരും കുളിക്കുന്നതിനിടെ തലചുറ്റി വീണു. എന്താ അതിന് കാരണം പറയാറുള്ളത്? ഓവർ ചൂടുള്ള വെള്ളമോ ഓവർ തണുപ്പുള്ള വെള്ളമോ ശരീരത്തിന്റെ ഭാഗങ്ങളെ തണുപ്പിക്കുന്നതിന് മുമ്പ് മൂർധാവിലേക്ക് വന്നാൽ അത് അപകടകരമാണ്, താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം കുളിക്കും. കണ്ടില്ലേ നിങ്ങൾ, അതിനൊരു ശൈലി പഠിപ്പിച്ചിട്ടുണ്ട്. വലതുഭാഗം കഴുകുക, ഇടതുഭാഗം കഴുകുക, ഭാഗങ്ങളൊക്കെ കഴുകിയതിന്റെ ശേഷം പിന്നെ തല നനക്കുക. ഇന്നത്തെ ഡോക്ടർമാർ ഇത് സമ്മതിക്കുന്നു, ആരോഗ്യ മാസികകൾ ഇത് സമ്മതിക്കുന്നു. പെട്ടെന്ന് മൂർധാവിൽ വെള്ളമൊഴിച്ചാൽ അപകടമാണ്. ഇസ്ലാം പഠിപ്പിച്ചതൊന്നും പാളിയിട്ടില്ല, ഒന്നിലും അപാകതകൾ വന്നിട്ടില്ല. ഞാനിവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെയാണ് ഇത്രയും ചൂടുള്ള വെള്ളം നേരെ മൂർധാവിലേക്ക് അങ്ങ് ഒഴുക്കുമ്പോൾ ഉണ്ടാകുന്ന അദാബ് ആലോചിച്ചു നോക്ക്. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റുന്നില്ല, എന്നാ മരിക്കൂല്ല. പടച്ചോനി കൂടിയ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ മാതാപിതാക്കളെ അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ. നമുക്കിത് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരെ അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ. മഹാപാപികളാണ്, ദോഷികളാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഹിജ്ർ ഇസ്മായിൽ വെച്ചൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ചിത്രോ, പടച്ചോനെ എന്നേക്കാൾ വലിയ തമ്മാടിയില്ല. അങ്ങനെ തന്നെ പറയാ നമുക്ക്. പടച്ചോനെ എന്നേക്കാൾ വലിയ തമ്മാടിയില്ല, എന്നോട് നീ പൊറുക്കണേ അല്ലാ, എന്നോട് നീ പൊറുക്കണേ അല്ലാ. കാരണം നീ പൊറുക്കാൻ കരുതിയാൽ എല്ലാം പൊറുക്കാവുന്നതേ ഉള്ളൂ. ഇന്നലെ നമ്മൾ കേട്ടു പടച്ചറബിന്റെ മഗ്ഫിറത്തിന്റെ കടുപ്പോ അതിന്റെ വലുപ്പോ ഇന്നലെ നമ്മൾ അറിഞ്ഞവരാ.